എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സദ്യയിലെ പ്രധാന വിഭവമായ ഒരു തൊടുകറിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സദ്യയിൽ ഊണിനോടൊപ്പം നമ്മൾ ഇതുപോലൊരു തൊടുകറിയും കൂടെ ഉണ്ടെങ്കിൽ ഊണ് കുശാലായത് തന്നെ. വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൊടുകറിയാണ്. സദ്യയിൽ വിവിധ തരം തൊടുകറികൾ നമ്മൾ തയ്യാറാക്കിയെടുക്കാറുണ്ട്. ഇത് ചെറിയ മധുരത്തോടു കൂടിയാണ് ഈ തൊടുകറി തയ്യാറാക്കിയെടുത്തേക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൊടുകറിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മൾ പൈനാപ്പിൾ വെച്ചിട്ടാണ് ഈ തൊടുകറി തയ്യാറാക്കിയെടുക്കുന്നത്. പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒരു 5 കഷ്ണം പൈനാപ്പിൾ ഞാൻ എടുക്കുന്നുണ്ട്. ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കണം. മീഡിയം വലിപ്പമുള്ള പീസുകളായിട്ട് നുറുക്കിയെടുത്താൽ മതി. പൈനാപ്പിളിൻ്റെ സെൻറ്ററിലുള്ള ആ കട്ടിയുള്ള പോർഷൻ മാറ്റിയിട്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുക. പൈനാപ്പിൾ ഇച്ചിരി വേവുണ്ട്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. 5 സ്ലൈസോളം പൈനാപ്പിൾ കഷ്ണങ്ങളാണ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു പൈനാപ്പിളിൻ്റെ പകുതി പോർഷൻ തന്നെ എടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്ത പൈനാപ്പിൾ കഷ്ണങ്ങൾ ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മൺചട്ടി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടിപ്പോകേണ്ട, ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കണം. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് നികരെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിനുള്ള അരപ്പും കൂടി റെഡിയാക്കിയാലോ. 1 കപ്പ് അളവിൽ നല്ല കട്ട തൈര് നമുക്ക് ആവശ്യമുണ്ട്. അധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം. എന്നാലേ നമ്മുടെ പച്ചടിക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒത്തിരി പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പച്ചടി കഴിക്കാൻ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചോ വിസ്ക് ഉപയോഗിച്ചോ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി അരച്ചെടുക്കാനായിട്ടുള്ളത് ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളകും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട്. കടുക് നമ്മൾ അരച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ചെറുതായിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പൈനാപ്പിളിൻ്റെ വെള്ളമൊക്കെ തിളച്ച് നല്ല രീതിയിൽ തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടണം. നമുക്കിത് വേണമെങ്കിൽ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചാലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ലേശം വെള്ളം കൂടി ഉണ്ട് വറ്റിച്ചെടുക്കാനായിട്ട്. ഇനി നമ്മൾ എത്രത്തോളം മധുരം പൈനാപ്പിളിനുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം പിന്നീട് ശർക്കരയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാൻ. ഒരു ചെറിയ പീസ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പൈനാപ്പിളിന് അധികം മധുരമില്ല. ശർക്കരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ശർക്കരയെ ഒന്ന് മെൽറ്റായി വരികയും വേണം. പൈനാപ്പിളിലോട്ട് ഒന്ന് പിടിച്ച് കിട്ടുകയും വേണം. പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് തുറന്നൊന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കണം. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പച്ചരി ഒത്തിരി ലൂസായിട്ട് പോകും. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് മാത്രമേ ഇതുപോലെ കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക. ഇനി തേങ്ങയുടെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചും കൂടെ കൊടുക്കാം. പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അരപ്പ് നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി എടുക്കത്തതേ ഉള്ളൂ, തിളയ്ക്കാനായിട്ട് അനുവദിക്കരുത്. ഇവിടെ ഞാൻ മൺചട്ടിയിലായതുകൊണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആദ്യത്തെ ആ ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. വിവിധ തരത്തിലും കളറിലുമുള്ള പച്ചടികൾ നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട്. അതിൽ വളരെ വ്യത്യസ്തമായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടി തന്നെയാണ് ഈ പൈനാപ്പിൾ പച്ചടി. തയ്യാറാക്കി എടുക്കാനായിട്ട് അധികം സമയവുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന കടുക് ഞാൻ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഇടിയൻ കൊണ്ടൊന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. നമ്മൾ തേങ്ങയുടെ കൂട്ടത്തിൽ അരച്ചെടുത്താൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകും. പച്ചടിയിൽ എപ്പോഴും കടുക് ഇതുപോലെ ചതച്ചിടുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി നമുക്കിതിനകത്തൊന്ന് താളിച്ചൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഇവിടെ റെഡിയായി കഴിയും. പാനിലോട്ടൊരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇവിടെ ഞാൻ കടുക് ഇനിയും ഇട്ട് പൊട്ടിച്ചെടുക്കുന്നില്ല, കാരണം കടുകൊക്കെ നമ്മൾ ചതച്ച് ചേർത്തത് കൊണ്ട്. ഇനി ഞാൻ കുറച്ച് കറി ലീഫും വറ്റൽമുളകും മാത്രമേ മൂപ്പിച്ചെടുക്കുന്നുള്ളൂ. ഈ മൂപ്പിച്ചെടുത്ത വറ്റൽമുളകും കറി ലീഫും കൂടെ നമ്മുടെ കറിക്കകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ പച്ചടി ഇവിടെ റെഡിയായി കഴിയും. എപ്പോഴും പച്ചടിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നല്ല കുറുകി തന്നെ തയ്യാറാക്കി എടുക്കണം.
ഇന്നത്തെ വീഡിയോ ഞാൻ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തന്നെ സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വാഴയിലയിൽ നമ്മൾ ഒരു സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ നീങ്ങിപ്പോകാത്ത രീതിയിൽ തന്നെ നല്ല കുറുകിയായിട്ടുള്ള ഒരു പച്ചടിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇങ്ങനെ തന്നെ പച്ചടി തയ്യാറാക്കി എടുത്താലേ നമുക്ക് നല്ല കറക്റ്റായിട്ട് ടേസ്റ്റിൽ ഇത് കഴിക്കാനായിട്ട് പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.